സോ കീം 2024 വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ കൺഫ്യൂഷൻസ് കംപ്ലീറ്റ് മാക്സിമം ഈ വീഡിയോ ഞാൻ തീർത്തുതരാം. എപ്പോഴും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വരുന്നൊരു ചോദ്യമാണ് കോഴ്സിനെ കുറിച്ചിട്ട് ട്രിപ്പിൾ ഓർ ഈസി ഓർ CS, സിവിൽ ഓർ മെക്ക്, അല്ലെങ്കിൽ കെമിക്കൽ എടുക്കണോ, CS ആൻഡ് ഡാറ്റാ സയൻസ് എടുക്കണോ, അങ്ങനെ പ്രൊഡക്ഷൻ എടുക്കണോ, ഇൻഡസ്ട്രി എടുക്കണോ, നിങ്ങളുടെ നിരവധി ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ ബേസിക്കലി ഇപ്പം ഞാൻ ഡെയിലി കാണുന്ന ഒരു ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CET എടുക്കുക, അങ്ങനെ CET മെക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, അടുത്ത ക്വസ്റ്റ്യനാണ് GEC EC, അല്ലെങ്കിൽ GEC ട്രിപ്പിൾ ഇ, അല്ലെങ്കിൽ TKM EC. അതേപോലെ പല കോളേജും, പ്രൈവറ്റും ഗവൺമെൻറ്റും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും IHRD, KEIP, അങ്ങനെ പല കോളേജുകളിൽ നിന്ന് നിങ്ങൾ ഡിഫറൻസ് ആയിട്ട് കമൻറ്റ്സ് ചോദിക്കുകയാണ്. ബ്രാഞ്ച്, ഒരു കോളേജിൽ ഒരു ബ്രാഞ്ച് ചോദിക്കും, മറ്റേ കോളേജിൽ വേറെ ബ്രാഞ്ച് ചോദിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഒരു കോളേജ് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് GEC ഓർ CET എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ എൻ്റെ ഉത്തരം എപ്പോഴും CET ആയിരിക്കും. ഈവൻ ദോ ഐ എം എ സ്റ്റുഡൻറ്റ് ഫ്രം GEC തൃശ്ശൂർ. അതൊരിക്കലും GEC മോശമായതുകൊണ്ടല്ല. CETക്ക് ആ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടുത്തെ അലൂമിനി സപ്പോർട്ട് മനസ്സിലാവും, അവിടുത്തെ പ്ലേസ്മെൻറ്റ്സ് പറയും, അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പറയും, അവിടുത്തെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ GEC മെച്ചം തന്നെയാണ്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും CET ആണ് മേലെ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ റിസർച്ചും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതേപോലെ GEC ഓർ TKM എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് TKM ആയിരുന്നു മുമ്പിലെങ്കിൽ ഇപ്പോൾ GEC തന്നെയാണ്. ഒരു 4-5-6 വർഷമായിട്ട് GEC തന്നെയാണ് പല സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്നതും. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നുമല്ല, നിങ്ങളുടെ ബ്രാഞ്ച് സെലക്ഷനാണ് ഇപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്. ഏത് ബ്രാഞ്ച് എടുക്കണം, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ ബ്രാഞ്ച് സെലക്ഷൻ ഒരു കാര്യം നിങ്ങളുടെ ആദ്യം തന്നെ പറയാം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബ്രാഞ്ച് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാനല്ല പഠിക്കുക. നിങ്ങൾക്ക് എപ്പോഴുള്ള ഡൗട്ടുകൾ എന്താണ്? ഒന്ന് പ്ലേസ്മെൻറ്റിന് കാര്യം ഡൗട്ടുണ്ട്. ഈ ബ്രാഞ്ച് എടുത്താൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ? അടുത്തെന്ന് പറഞ്ഞാൽ ടഫ്നെസ് ഈസി ആണോ, ഡിഫിക്കൽട്ടി ഈസി ആണോ ടഫ് ആണോ, പഠിക്കാൻ പറ്റുമോ എടുത്താൽ. പിന്നെ അടുത്ത സ്കോപ്പ്. ഈ 3 കാര്യങ്ങൾ, സ്കോപ്പ് ഉണ്ടോ, പഠിച്ച കാര്യം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ വ്യക്തമാക്കി തരാം. പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു വെബിനാർ ഉണ്ട് നിങ്ങളുടെ ഹൈ LP എത്തിക്കാൻ. സോ ഇതിലിപ്പോൾ എത്ര പേര് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഉണ്ടാവും? നിങ്ങളെല്ലാവർക്കും ഇപ്പോൾ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്കൊരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കോളേജും ബ്രാഞ്ചും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഏത് ഡിഗ്രി ആയാലും ഏത് കോളേജിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹൈ പെയ്ഡ് ജോബ് കിട്ടാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നേടിയെടുക്കാമെന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ വെബിനാറിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഉപരി നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് IT കമ്പനീസിൽ അപ് ടു 20 LPA വരെ നേടിയെടുക്കാൻ പറ്റും, പ്ലേസ്മെൻറ്റ്സ് നേടിയെടുക്കാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ടോപ്പ് IT കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റിലൊക്കെ നിങ്ങൾക്ക് അപ് ടു 8 LPAയിൽ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ AI, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, അതേപോലത്തുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ആരും ഇതുപോലത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്തു പോലും നോക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും വെച്ചിട്ട് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ പലരും ഡെയിലി ചോദിക്കുന്നവർക്ക്, അപ്പോൾ ഞാനൊരു കാര്യം ആണെന്ന് പറയാം, നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങളുടെ ചോയ്സാണ്. ഒരിക്കലും ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്ന ഞാനോ, അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് തരുന്ന ഒരാളോ, അല്ലെങ്കിൽ ഒരു ടീച്ചറോ ഒരു സാറോ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ട്രിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പഠിക്കാനുള്ള സബ്ജക്ട്സ് അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, യൂട്യൂബിൽ അടിച്ചാൽ ഇഷ്ടം പോലെ കിട്ടും, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടും. ഇപ്പോൾ ട്രിപ്പിൾ എടുത്താലോ, ഈസി എടുത്താലോ, മെക്ക് എടുത്താലോ, സിവിൽ എടുത്താലോ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഈ ബ്രാഞ്ച് എടുത്താൽ എന്താ പറയുക, ഒരാൾ പറയുകയാണ്, അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾ ട്രിപ്പിൾ എടുത്തോ, ഇവൻ്റെ പേര് അശ്വിൻ, ഇവൻ ട്രിപ്പിൾ എടുക്കട്ടെ, അതേപോലെ തന്നെ മറ്റവൻ്റെ പേര് രാഘവ്, ഇവൻ സിവിൽ എടുക്കട്ടെ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലോ, അല്ലെങ്കിൽ ട്രിപ്പിൾ ഓർ ഈസി എന്ന് ചോദിക്കുന്നത് ഞാൻ വന്നിട്ട് അവനെ ഈസി എന്ന് പറയാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ഈ CS ഓർ IT വരുമ്പോൾ IT, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നല്ല ഒരു ആൾക്കും പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക. ഒരു ഇഷ്ടം, ഇപ്പോൾ ചിലവർക്കുണ്ട് ഒരു ഇഷ്ടമില്ലാത്ത ആളെന്ത് ചെയ്യണം? ഇപ്പോൾ ഡിമാൻഡിങ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത്? ആദ്യം CS ആണ് പല കുട്ടികളും കൊടുക്കാറ്, പിന്നെ ഈസി കൊടുക്കും, ട്രിപ്പിൾ കൊടുക്കും, പിന്നെ അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, ഒരു ഇഷ്ടമില്ലാത്ത ആൾക്ക്. ഇനിയിപ്പോൾ ബ്രാഞ്ച് ഇപ്പോൾ എല്ലാം കഴിയാനായി, എന്നാലും ഈ കമൻറ്റ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മോപ്പപ്പോ സ്പോട്ടിലൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഈ കാര്യങ്ങളൊന്ന് ലോജിക്കലി മനസ്സിലാക്കുക.
എപ്പോഴും ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഒരു നിങ്ങളുടെ ബ്രാഞ്ച് ഇപ്പോൾ ഞാൻ പഠിക്കണ സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് വലിയ ഇഷ്ടമില്ലാത്ത ഞാൻ കോഡിങ് ഫീൽഡ് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. കാരണം എനിക്ക് പ്രോഗ്രാമിംഗ് ഒന്നുമില്ല, ഞാൻ ബയോളജി ആയിരുന്നു പഠിച്ചത്. അപ്പോൾ എനിക്ക് അന്ന് പിന്നെ EC എന്ന് പറഞ്ഞ ബ്രാഞ്ചിനേക്കാളും എനിക്ക് EEE എന്ന് പറഞ്ഞ ബ്രാഞ്ച് എടുക്കണമെന്നായിരുന്നു. എനിക്ക് KCB പോലത്തെ സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിക്കലി എന്ത് ചെയ്തു, EEE എന്നെ പ്രിഫർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആരോടും EEE കുറിച്ച്, അപ്പോൾ ഞാൻ EEE എടുത്ത സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, മോനെ EEE ആണോ സപ്ലി ഉറപ്പാണ്, EEE സപ്ലി ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ്. വേറെ ബ്രാഞ്ചുകാരനെ എൻ്റെ ബ്രാഞ്ച് പഠിക്കുന്ന സീനിയേഴ്സിനെ കൊണ്ടും വേറെ ബ്രാഞ്ചില്ല EEE ആണല്ലേ. എങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ? EEE ആണല്ലേ, എന്നാൽ പിന്നെ തീരുമാനമായി. EEE ഭയങ്കര ടഫായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ എനിക്ക് ഇന്ന് വരെ ഞാൻ ഇപ്പോൾ ഇതുവരെ S6 വരെ സപ്ലി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 CGP എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടില്ല. ടഫായി തോന്നിയിട്ടുണ്ട് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ വെറുതെ തലേ ദിവസം മാത്രം പഠിച്ചിട്ട് പോയാൽ പാസ്സാവാനൊന്നും പറ്റുമെന്ന് എനിക്ക് ഫീൽ ആയിട്ടില്ല. എക്സാമിന് ഇപ്പോൾ നമുക്ക് 10 ദിവസം സ്റ്റഡി ലീവ് കിട്ടും യൂണിവേഴ്സിറ്റി. ആ സ്റ്റഡി ലീവിൽ കുറച്ച് പഠിക്കുക, പിന്നെ ഇതിൻ്റെ ഇടയിലും സ്റ്റഡി ലീവ് കിട്ടും. ചില സ്റ്റഡി ലീവ്സ് ഒരു വലിയൊരു 10 ദിവസം കിട്ടും. അതിനുശേഷം നമുക്ക് എക്സാമിന് ഇടയിൽ സ്റ്റഡി ലീവ്സ് കിട്ടും. ആ സമയം പഠിക്കുക. അങ്ങനെ ആ ടൈമിലൊക്കെ കുറച്ചൊക്കെ പഠിച്ച് സുഖമായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കണം. അല്ലാതെ ഒരു +2 ലെവൽ പേപ്പർ തന്നെ BTECൽ വന്ന് പ്രതീക്ഷിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നടക്കില്ല. വളരെ എന്താ പറയുക, പ്രീവിയസ് ഇയറും മറ്റേ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് ചോദിക്കാറ്. എല്ലാ വർഷവും ഏകദേശം ഒരു സെയിം പാറ്റേൺ അവർ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാറ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കുക. ബ്രാഞ്ച് എന്നുള്ള കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് വീഡിയോ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഒരിക്കൽ പോലും നിങ്ങളെ ഒരു ബ്രാഞ്ച് ചോദിക്കും അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. കോളേജ് ചോദിച്ചോ പറഞ്ഞുതരാൻ പറ്റും, ബ്രാഞ്ച് ചോദിച്ചോ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ചോയ്സാണ്. മിസ്റ്റർ എൻജിനീയർ എന്ന് പറഞ്ഞ ഒരു സാധാരണ BTEC 3rd ഇയർ പഠിക്കണ അല്ലെങ്കിൽ BTEC 4th ഇയർ പഠിക്കുന്ന ഒരു യൂട്യൂബർ വന്നിട്ട് പറയുന്ന ഒരു ബ്രാഞ്ച് എടുക്കേണ്ട ആവശ്യം നിൽക്കില്ല. ഒരു കോളേജ് നമ്മൾ അത്രയും റിസർച്ചും കാര്യങ്ങളും സംസാരിച്ചു ലാസ്റ്റ് റാങ്കും എല്ലാം നോക്കിയിട്ടാണ് കോളേജ് പറയുന്നത്. പക്ഷേ ബ്രാഞ്ച് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നവർക്കും ഡൗട്ടുള്ളവർ ഇനിയും കമൻറ്റ് ചെയ്തത് ദയവ് ചെയ്ത് ഇനി കമൻസിൻ്റെ അകത്ത് EC or EEE IT or CS എന്ന് ചോദിക്കരുത്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ stay with the channel and be with the channel. It's for you, not for me.